വൈ ജോൺ, എന്തുകൊണ്ട് യോഹന്നാൻ? പാർട്ട് 2. കഴിഞ്ഞ ദിവസം യോഹന്നാനെ തൻ്റെ അമ്മയെ ഏൽപ്പിച്ചത്, യേശു തൻ്റെ അമ്മയെ ഏൽപ്പിച്ചതിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞു. അതിൻ്റെ തന്നെ തുടർച്ചയാണ്. യോഹന്നാൻ്റെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വമാണ്. യോഹന്നാൻ ആരെന്ന് യോഹന്നാൻ ക്രിസ്തുവിൽ കണ്ടു. ക്രിസ്തു എത്രമാത്രം യോഹന്നാനെ സ്നേഹിച്ചോ അത്രമാത്രം യോഹന്നാൻ യോഹന്നാനെയും സ്നേഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം യോഹന്നാനിൽ ദൈവം കണ്ടു. അതുകൊണ്ടാണ് സ്വന്തം അമ്മയെ മരിക്കാൻ സമയത്ത് വേറെ എത്രയോ പേരടുത്തുണ്ടായിട്ടും യോഹന്നാനെ ഏൽപ്പിച്ചു. അത് തെറ്റുപറ്റിയില്ല, അത് വിശ്വസ്തതയായിരുന്നു. അതായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ, അതായിരിക്കണം മക്കളും അപ്പനും അമ്മയും. ഇതൊക്കെ പെർഫെക്റ്റ് സ്റ്റാൻഡേർഡാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. എത്രയൊക്കെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് ഇറ്റ്സ് പോസിബിൾ. ഐ ആം ജസ്റ്റ് ടെല്ലിങ് ദി ആബ്സല്യൂട്ട് ട്രൂത്ത്. അപ്പം നമ്മളോട് പറയുന്നത് യോഹന്നാൻ്റെ ഇൻറ്റിമസി ഫ്ലോസ് ഫ്രം ഹിസ് ഐഡൻറ്റിറ്റി. അതായത് ക്രിസ്തുവിനോടുകൂടെ നെഞ്ചോട് ചേർന്നിരുന്നതിനാൽ യോഹന്നാൻ്റെ ഹൃദയടിപ്പും ക്രിസ്തുവിൻ്റെ ഹൃദയടിപ്പും ഒന്നായി. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം യോഹന്നാനിൽ പകർന്നതിനാൽ, യോഹന്നാനെ തന്നെ സ്നേഹിച്ചതിനാൽ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാനാണ് അവിടെ മരിക്കേണ്ടത്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കേ, ഞാനവിടെ മരിക്കേണ്ട ആളാന്ന് വിളിച്ചു പറയും. കാരണം ഹി നോസ് പാപമില്ലാത്തവനാണ് എനിക്ക് വേണ്ടി പാപം ഏറ്റെടുക്കുന്നതെന്ന്. ആ ഒരു റിയലൈസേഷൻ നമുക്ക് വരുമ്പോഴാണ് ദർ ഇസ് ചേഞ്ച്, ഡ്രമാറ്റിക് ട്രമെൻഡസ് ചേഞ്ച്. അപ്പോൾ യോഹന്നാൻ എഴുതിയ ഗോസ്പലിലും സുവിശേഷത്തിലും ലേഖനത്തിലുമൊക്കെ ദ വൺ ഹൂം ലവ്ഡ് മീ, അത് ഐ ആം ദ വൺ ഹീ ലവ്സ്, അവൻ സ്നേഹിക്കുന്നവൻ, അങ്ങനെയാണ് പറയുന്നത്. താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് തന്നെത്താനെ പറയുന്നത്. യോഹന്നാൻ ഞാനെന്ന് പറയുന്നില്ല, ദൈവം ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ, എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. ക്രിസ്തു സ്നേഹിച്ച ശിഷ്യൻ. നമുക്ക് നമ്മളെക്കുറിച്ച് പറയാൻ നോക്കൂ, ക്രിസ്തു സ്നേഹിച്ച വിമൽ, അങ്ങനെ പറയാൻ നോക്കൂ. that needs so much of purity in us, ഇല്ലേ? ഇത് വല്ലവരും കേൾക്കാനല്ല, നമുക്ക് നമ്മളെ തന്നെ, എന്നെ ദൈവം സ്നേഹിക്കുന്നു, ആ ഒരു സത്യമാണ് ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എപ്പം റീച്ച് ചെയ്യുന്നു, എങ്ങനെ റീച്ച് ചെയ്യുന്നു എന്നല്ല, ഇത് ഫണ്ടമെൻ്റൽ ട്രൂത്ത്സ് ഫ്രം ദ ബൈബിൾ ഞാനിങ്ങനെ വിളിച്ചു പറയുകയാണ്. അപ്പം ഈ വചനാടിസ്ഥാനത്തിൽ യോഹന്നാൻ പറയുന്നു, ഐ ആം ദ വൺ ഹീ ലവ്സ്, അതായത് താൻ സ്നേഹിച്ച ശിഷ്യനാണ്. അത് അഗാപ്പെ ലവ് ആണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 13 തൊട്ട് 21 വരെയുള്ള അധ്യായത്തിൽ ഏകദേശം 36 പ്രാവശ്യം സ്നേഹത്തെക്കുറിച്ച്, സ്നേഹം ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈ അഗാപ്പെ ലവ്, സെൽഫ്ലെസ് ലവ്, അപ്പോൾ അവിടെ ഒരു വികാരത്തിലല്ല യോഹന്നാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു വ്യക്തിയാകുന്ന സ്നേഹത്തെ കണ്ടുപിടിക്കുകയാണ്. ഇറ്റ്സ് എ ലവ് ദാറ്റ് ഫോക്കസസ് ഓൺ ദ ബിലവഡ് വിത്ത് നോ തോട്ട് ഓഫ് റെസിപ്രോക്കേഷൻ. അതായത് ക്രിസ്തു യോഹന്നാനെ എന്തുമാത്രം അകമഴിഞ്ഞ് സ്നേഹിച്ചതുപോലെ യോഹന്നാൻ കാണാനിടയായി. എന്നെ യേശു അത്രമാത്രം സ്നേഹിക്കുന്നെന്ന് ഉറപ്പ് വരുമ്പോൾ എനിക്കൊരു നൂറ് നീക്കാൻ തോന്നിക്കും. അതായത് കൊച്ചുമക്കൾ, 4 വയസ്സുള്ള പെൺമക്കളൊക്കെ, അല്ലെങ്കിൽ കൊച്ചാമക്കൾ അപ്പൻ്റെ മടിയിരുന്ന് വെച്ച് ഞാൻ ഈ അപ്പൻ്റെ മോനാ അല്ലെ മോളാന്ന് വിളിച്ചു പറയുന്ന അതേ ഒരു ഫീലിംഗ് ആണ് ഈ സമയത്ത് ആ ഒരു ഫീലിങ്. അതായത് ഞാൻ ഓർഫൻ അല്ല, ഞാൻ അനാഥനല്ല, ഞാൻ ഈ അപ്പന് പൊന്നു മകളാണ് അല്ലെ പൊന്നു മകനാണ്. ആ ഒരു ഫീലിംഗ്, ആ ഒരു സത്യം യോഹന്നാൻ മനസ്സിലാക്കി. ബാക്കി 12 ശിഷ്യന്മാരും നടന്നില്ല. അതുകൊണ്ടാണ് ഒരാൾ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് യേശു പറയുമ്പം പത്രോസിനെ യേശു സ്നേഹിച്ചു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 3 പേരെ യേശു സ്നേഹിച്ചു. പക്ഷെ പത്രോസ് ചോദിച്ചില്ല യേശുവിനോട്. പത്രോസ് കണ്ണ് കാണിച്ചു, നീ ചോദിക്കേ, യോഹന്നാനോട് പറയുന്നു. അപ്പോൾ ഈ യോഹന്നാനകത്ത്, ഈ സെൽഫ്ലെസ് ലവിനകത്ത് യോഹന്നാൻ എഴുതുന്നത് താൻ സ്നേഹിച്ച് ശിഷ്യൻ, അത് 5 പ്രാവശ്യം. യോഹന്നാൻ 13:23 യേശു സ്നേഹിച്ച ഒരുത്തൻ, 19:26 പറയുന്നത് താൻ സ്നേഹിച്ച ശിഷ്യൻ, 20 യോഹന്നാൻ്റെ 20:2 പറയുന്നു യേശുവിൻ്റെ പ്രിയനായ ശിഷ്യൻ, 21:7 പറയുന്നു താൻ സ്നേഹിച്ച ശിഷ്യൻ, 21:20 പറയുന്നു യേശു സ്നേഹിച്ച ശിഷ്യൻ. എല്ലായിടത്തും യേശു ഇങ്ങോട്ട് സ്നേഹിച്ചെന്നായി പറയുന്നത്, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചെന്നല്ല. നമുക്കങ്ങനെ പറയാം, യേശു സ്നേഹിച്ച ഞാൻ.
നമ്മളങ്ങനെ പറയാമെങ്കിൽ ആളുകൾ നമ്മളെ വെച്ച് മറ്റുള്ളവരോട് നമുക്ക് തന്നെ ബോധമുണ്ട്. യേശു സ്നേഹിച്ച ഞാൻ, യേശു സ്നേഹിച്ച 5 പ്രാവശ്യം ഇവിടെ പറയുന്നു യേശു സ്നേഹിച്ച ഞാനെന്ന്. ശിഷ്യനാണ് ഇവിടെ ആ സ്നേഹം. അതുകൊണ്ടാണ് യോഹന്നാന് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാനൊത്തത്, പേടിയില്ലാതെ. സ്ത്രീകൾ വന്ന് നിൽക്കും, അത് വേറെ ആരും. പുരുഷനായിട്ട് ഒരാൾ മാത്രമേ നിന്നുള്ളൂ. അതുകൊണ്ടാണ് യേശുവിന് തൻ്റെ അമ്മയെ ഏൽപ്പിക്കാനൊത്തത്. സ്ത്രീകൾ അടുത്തുണ്ടായിട്ട് അവരെ ഏൽപ്പിച്ചില്ലെന്ന് ഓർക്കണം. യോഹന്നാൻ്റെ 18-ാം അധ്യായത്തിൽ 15-16 ഹന്നാസിൻ്റെ അടുക്കലായിട്ട് യേശുക്രിസ്തുവിനെ വിലങ്ങ് പിടിച്ചിട്ട് ആദ്യ വിചാരണ കൊണ്ടുവന്ന കയ്യാപ്പാസിൻ്റെ വീട്ടിലോട്ടാണ്. അത് ഹന്നാസിൻ്റെ വീട്ടിലാണ് കയ്യാപ്പാസിൻ്റെ അവിടെ ഓഫീസുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതിനകത്തോട്ട് കയറാനായിട്ട് ഈ ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റിനകത്ത് കയറണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണം. പക്ഷേ യോഹന്നാൻ യേശു കയറിയതിൻ്റെ കൂടോ അല്ലെങ്കിൽ യേശുവിന് മുൻപോ അകത്ത് കയറിക്കഴിഞ്ഞു. ഒരു കൂട്ടുകാരന് വരുന്ന ആപത്ത് നേരത്തെ കണ്ട് അകത്ത് കയറി നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ആഴം, അതൊക്കെ നമുക്കതൊന്നും മനസ്സിലാകത്തില്ല. ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ കുറ്റവാളിയോ അല്ലാതെങ്കിലും കേട്ടോ, അവരോടുള്ള സ്നേഹം ആ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നിടം വരെ സൂക്ഷിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ആ സമയത്ത് നമ്മൾ കോടതിയുടെ വാതിക്കൽ നിൽക്കുമ്പോൾ കാപ്പി കൊണ്ട് തരുന്ന കൂട്ടുകാർ കാണും. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ലജ്ജിപ്പിക്കുമ്പം ഒരു വ്യക്തി ഒരൽപ്പം ചോറ് കൊണ്ട് കൊടുക്കുന്നവർ കാണും. അതൊക്കെ നമ്മൾ ഈ ലോകത്തിലുണ്ട്, അങ്ങനെയുള്ളവരുണ്ടെന്ന്. ആ സ്നേഹം യേശുവിൻ്റെ സ്നേഹമാണ്. അപ്പം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് വിചാരണയ്ക്ക് കൊണ്ടുപോയപ്പം യോഹന്നാൻ അതിനു മുമ്പേ അവിടെ ഏകദേശം യേശുവിൻ്റെ കൂടെ ആയിരിക്കണം, പക്ഷെ അകത്ത് കയറിയിട്ട് പത്രോസിനെ കൂടെ റെക്കമെൻഡ് ചെയ്ത് അകത്ത് കയറ്റിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഹി വാസ് ഓൾറെഡി ഇൻ അന്നാസ് കോർട്ട്യാർഡ്. അപ്പം അതുകൊണ്ടാണ് ഈ സ്നേഹത്തിൻ്റെ ആഴം. യേശുവിന് ഈ വൈബ്സ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്നേഹം ഒഴുകുകയാണ്. അപ്പോൾ യേശു ക്രൂശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിൽക്കുന്ന അറിയാമായിരുന്നു. കാരണം യേശുവിൻ്റെ ഹൃദയം പോലെ സ്നേഹമുള്ളൊരു ഹൃദയമാണ്, അല്ലെ യോഹന്നാനിൽ കാണുന്ന യേശുവിൻ്റെ ഹൃദയം തന്നെയാണ്. അതുകൊണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ബീയിങ് ആൻ ഓർഫൻ ടു എ സൺ ഓർ എ ബിലവഡ് സൺ ഈസ് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ്. അതായത് ഒരു അനാഥത്വ സ്റ്റേജിൽ നിന്ന് സ്നേഹിക്കപ്പെടുന്ന ഒരു മകനെ അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഒരു മകളായിട്ട് മാറുന്നതാണ് വിശ്വാസ ജീവിതം. അൾട്ടിമേറ്റും അതാണ്. അതുകൊണ്ട് ഈ മരിക്കാൻ സമയത്തൊക്കെ ചിലർ പറയത്തില്ല, ഞാൻ യേശുവിനെ കണ്ടു, യേശുവിനെ വിളിച്ചു, ഞാൻ പോവുക. കാരണം അവർ സന്തോഷത്തോടെ പോകുന്ന കാണാം. ചിലർ പറയും ഒരിക്കലും മിണ്ടാത്തവർ മരിക്കുന്നതിന് ഇച്ചിരി മുമ്പ് എഴുന്നേറ്റ് ചിരിച്ചേച്ച് സന്തോഷിച്ചുകൊണ്ട് പോയെന്ന്. ബിക്കോസ് ദേ സീ ദ ഓണർ ഓഫ് ദ സ്പിരിറ്റ്. John was getting revelation from the Holy Spirit about his identity until he got to the place where he loved himself the way Jesus loved him. യേശു യോഹന്നാനെ എത്ര സ്നേഹിക്കുന്നെന്ന് പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ അറിയാമായിരുന്നു. അത് പറഞ്ഞു പിടിപ്പിക്കാൻ ഇച്ചിരി പാടുണ്ട്, ബട്ട് ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. യേശു പരിശുദ്ധാത്മാവ് അത് പഠിപ്പിക്കേണ്ടി. ഇപ്പം എൻ്റെ മക്കളോട് എൻ്റെ മോനോട് ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഈ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞെന്ന് ചോദിച്ചു നമ്മളവരെ സ്നേഹിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. ബിക്കോസ് എവ്രിതിങ് ബേസ്ഡ് ഓൺ മണി. പണം അല്ലാതെ ഒരു സ്നേഹമില്ലല്ലോ അവർക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ആ വെസ്റ്റേൺ കൾച്ചറിലോട്ട് അങ്ങ് പോകും. എന്തിനാണോ നമ്മളുമൊക്കെ ഓരോന്ന് മക്കൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്വന്തം ഭവനത്തിൽ തിരിച്ചു വരാൻ പിതാവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മളും ആഗ്രഹിക്കാം മക്കളെല്ലാവരും ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വരട്ടത്. അപ്പം ഇൻറ്റിമസിയാണ്. ജോൺ ഹാഡ് ആക്സസ് ടു ദ സീക്രട്ട് പ്ലേസ്. There was an intimacy relationship between Jesus and John that wasn't there with Peter. പത്രോസിന് ഇല്ലാത്തതായിട്ടുള്ള ഒരു വിശുദ്ധ സ്നേഹം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ യോഹന്നാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇൻറ്റിമസി ഫ്ലോസ് ഫ്രം ഐഡൻറ്റിറ്റി. ഇത് ചുമ്മാതെ അറിവല്ല, അറിവിനെക്കാട്ടി കൂടുതൽ ഇത് വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ യോഹന്നാൻ നിന്നത്. John joined Jesus in the fellowship of suffering. സ്നേഹം കൂടുമ്പം കഷ്ടത്തിന് കൂട്ടു നിൽക്കും. അല്ല എങ്കിൽ കഷ്ടം വരും, ഇട്ടേച്ചു പോകും. ഏതൊരു ഭാര്യ ഭർത്താവിന് പ്രയാസമുള്ളപ്പോൾ ഇട്ടേച്ചു പോകും. ആദ്യമേ അവൾ സ്നേഹിച്ചിട്ടില്ല, ജഡത്തിലുള്ള സ്നേഹം. ഏതൊരു ഭർത്താവ് ചെയ്യുമ്പോഴും ആദ്യമേ സ്നേഹിച്ചിട്ടില്ല. ഇവിടെ യോഹന്നാൻ, അതുകൊണ്ടാണ് സഫറിങ് അറ്റ് ദ ക്രോസ് ആണ് നമ്മുടെ ടെസ്റ്റ്. അപ്പം യോഹന്നാൻ ഇപ്പം വിളിച്ച് പറയുകയാണ്, യോഹന്നാൻ യേശുവിനോട് പറയുകയാണ് ക്രൂശെ കണ്ട്
ഐ നോ യു ആർ നോട്ട് ഗിൽറ്റി, എനിക്കറിയാം നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്, എനിക്ക് വേണ്ടി അവിടെ കിടക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്ക്, ഞാൻ അവിടെ കയറിക്കോളാം എന്ന് പറയും. അതാണ് യോഹന്നാൻ്റെ സ്നേഹം. ഒരു യേശുക്രിസ്തുവിൻ്റെ സിനിമ കാണിച്ചപ്പോൾ പണ്ട് കാലത്ത് ഒരു ഹൈന്ദവ വിശ്വാസി ഓടി വന്നേച്ച് പറഞ്ഞു, കരഞ്ഞേച്ച് പറഞ്ഞു, അയ്യോ യേശുവിനോട് അവിടെ നിന്ന് ഇറങ്ങാൻ, ഞാൻ അവിടെ കയറിക്കോളാന്ന്, എൻ്റെ പാപത്തിന് വേണ്ടിയല്ലേ കിടക്കുന്നതെന്ന്. ആ വിശ്വാസികളാകുന്നവർക്ക് വിശ്വാസം കൊടുക്കുന്ന ദൈവം നമ്മൾ കേട്ടും അടുത്തു പോകല്ലേ. ദൈവത്തിൻ്റെ സ്നേഹമില്ലെങ്കിൽ ഭയം വരും. ഭയമുള്ളത് വരുന്നത് നമുക്ക് അനാഥ സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഭയം വരുന്നത് മകനാ മകളാ എന്നുള്ള അറിവില്ലായ്മയിലാണ്. അതെല്ലാം മാറിപ്പോട്ടെ. അത് മാറിയിട്ട് നമുക്ക് ദൈവത്തിലേക്ക് കടന്നു വരാം. ദൈവം നമ്മളെ കർത്താവിൻ്റെ അഭിഷേക തൈലം കൊണ്ട് നമ്മളെ അന്ന് അഭിഷേകം ചെയ്തിട്ട്. ജോൺ മെയ്ഡ് റൂം ഇൻ ഹിസ് ലൈഫ് ഫോർ ദ മദർ ഓഫ് ഹിസ് ഫ്രണ്ട് ജീസസ്. യോഹന്നാൻ തൻ്റെ ശിഷ്ടജീവിതം തൻ്റെ സ്നേഹിതനായ യേശുവിൻ്റെ അമ്മയെ നോക്കുവാൻ വേണ്ടി ഉപയോഗിച്ച്. സ്വർഗത്തിൽ എന്തൊരു മഹത്തരമായ പദവി. അവരൊക്കെ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പം കാണും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പറയും തോറും ആഴത്തിലോട്ട് ഇറങ്ങിയാണ്. എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നിൻ്റെ ദിവ്യ സ്നേഹം യോഹന്നാനിൽ പകർന്നല്ലോ. അതുകൊണ്ടല്ലേ യോഹന്നാൻ പിന്നെ 12 മറ്റ് ശിഷ്യന്മാരെ പോലെ ക്രൂശ് മരണം ഏൽക്കേണ്ടി വന്നില്ല. യോഹന്നാനെ മരിക്കുന്നതിന് പത്മോസ് ദ്വീപിൽ വെച്ച് അവിടുന്ന് തൻ്റെ സ്വർഗത്തിൻ്റെ മഹത്വം കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടല്ലേ വെളിപ്പാട് എഴുതി വെച്ചത്. ആ മനോഹരമായ കാഴ്ച കാണാൻ തക്കവണ്ണം യോഹന്നാൻ്റെ ഹൃദയം അത്ര വിശുദ്ധമായിരുന്നു. ഞങ്ങളെപ്പോഴാണ് ഇതൊക്കെ കാണുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളെന്നാലും അങ്ങ് വിശ്വസിക്കുകയാണ്. എൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന നാഥ, ആ ഒരു സ്വർഗ സന്തോഷം ഭൂമിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഞങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. നിൻ്റെ സ്നേഹത്തിന് പകരം ഞങ്ങളിൽ സംശയവും ഭയവും ഭീതിയും ആകുല ചിന്തയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ സ്നേഹം പൂർണ്ണമായില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ട് സ്വർഗത്തിലെ അപ്പച്ചൻ്റെ പുതിയ ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾക്കത് കൊടുക്കണം. ഞങ്ങളുടെ തലമുറകൾ ഇൻ ഇറ്റേണിറ്റി ദൈവത്തിൻ്റെ മക്കളാണ്. അത് അപ്പച്ചൻ സ്വർഗത്തിൽ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊന്നും ഒരു നീക്കുപോക്കില്ലല്ലോ. തക്ക സമയത്ത് ഒന്ന് തിമോത്തി 6:15 പറയുന്ന പോലെ തക്ക സമയത്ത് അവിടുന്ന് പ്രത്യക്ഷനാകും. അത് മതി. അതുവരെ ഞങ്ങൾ നിൻ്റെ മഹത്വവും തേജസ്സും പറഞ്ഞു നടക്കട്ടെ കർത്താവേ. നിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ചതിന് നന്ദി, പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.